എനിക്ക് തോന്നുന്നു ഇത് ജാഗ്വാർ എക്സ്ജയും ഇതും ഓൾമോസ്റ്റ് ഈക്വൽ. എനിക്ക് തോന്നുന്നു കേരളത്തിലും വേറെ ആരും പോർഷെ മേടിച്ചിട്ടുള്ളവർ ഇത്രയും ഓടിച്ചാണ്. അതും നമ്മൾ വണ്ടി വേണേൽ നിർത്തി കൊടുക്കാന്ന് പറയും. എന്നാലും ചില ആൾക്കാർ കൂടെ ഇങ്ങനെ നമ്മൾ സ്പീഡ് എടുത്ത് അവരും കൂടെ സ്പീഡ് എടുക്കും. ഇനിയും ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഏത് ടൈപ്പിലോട്ടായിരിക്കും പോകാൻ താല്പര്യമുള്ളത്? നമുക്കിനി ജസ്റ്റ് മറ്റേ വണ്ടികളൊന്ന് കണ്ടാലോ? എസ് ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് ഏറ്റവും പുതിയതായിട്ട് എടുത്തിരിക്കുന്ന എസ് ക്ലാസ്. ഇത് 1 വീക്കേ ആയിട്ടുള്ളൂ വന്നിട്ട്. 1 വീക്കേ അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ എൻജിൻ സ്പെക് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരുന്നുണ്ട്? ഇത് 6 സിലിണ്ടർ ആണ്. 6 സിലിണ്ടർ ആണ്. ഡീസൽ 350 എന്നുള്ളതാണ്. ഓക്കെ, 3 ലിറ്റർ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഭയങ്കര അത്യാഡംബരമായിരിക്കുമല്ലോ. അതെ. ഇത് ഓടിച്ചു നോക്കിയപ്പം എങ്ങനെയുണ്ട് മറ്റേ വണ്ടികളുമായിട്ടുള്ള ഒരു പവർ ഫീലിംഗ്? പവർ എനിക്ക് തോന്നുന്നു ഇത് ജാഗ്വാർ എക്സ്ജയും ഇതും ഓൾമോസ്റ്റ് ഈക്വൽ ലെവലിലാണ് പറയാം നിൽക്കുന്നത്. രണ്ടും രണ്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിന്റെ എയർ സസ്പെൻഷൻ ആണ്, അതും എയർ സസ്പെൻഷൻ ആണ്. പക്ഷെ ഇത് ശരിക്കും ആ ഫ്ലോട്ടി എഫക്റ്റ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും. ആ ഒരു സസ്പെൻഷന്റെ ആ ഒരു ഫീൽ ചെയ്യും. ജാഗ്വാറിന് എനിക്ക് തോന്നുന്നു അത്രയും ഇല്ല. പക്ഷെ പവറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. വിത്തിനൊരു 100 കിലോമീറ്റേഴ്സ് ഒക്കെ ഒരു 5 to 6 സെക്കൻഡ്സ് ആ റേഞ്ച് സമയത്തിനുള്ളിൽ അത്രയും ക്വിക്ക് സ്പീഡ് ആക്സലറേഷൻ. അതും 6 സിലിണ്ടർ തന്നെയല്ലേ? 6 സിലിണ്ടർ ആണ്. ആക്സലറേഷന്റെ കാര്യമൊക്കെ പറയണമെങ്കിൽ നമുക്ക് അതിലോട്ട് പോകേണ്ടി വരും അല്ലേ? പക്ഷേ ഇതുമായിട്ട് കമ്പാരിസൺ ഇല്ല, കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ അതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് പോർഷെ കെയ്മാൻ ആണ്. കെയ്മാൻ 4 സിലിണ്ടർ ഇൻലൈൻ 4 എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഇറക്കി നമുക്കൊന്ന് വിശദമായിട്ട് ഇതിനെ കാണിക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ കിടന്ന് കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഇറക്കി നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ കെയ്മാൻ തന്നെ പുറത്തിറക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം ഏതൊക്കെ വണ്ടി കടന്നാലും ഇതിന്റെ അത്രയും റോഡ് പ്രസൻസ് വേറൊരു വാഹനത്തിനും കിട്ടാൻ വഴിയില്ല അല്ലെ? എങ്ങനെയുണ്ട് കെയ്മാനും കൊണ്ടൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തെ ഒരു അവസ്ഥ? കെയ്മാനും കൊണ്ട് പുറത്ത് പോയാൽ എവിടെയും വണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും സെൽഫിക്കാരുടെ ബഹളം കൊണ്ട് വണ്ടി പൊതിഞ്ഞിരിക്കും. അത് വണ്ടി കാണാനുള്ള ഒരു ആഗ്രഹവും. അപ്പൊ നമുക്ക് ടെൻഷനാണ്. കാരണം കൈകൊണ്ട് പോറിൽ വീഴുകയോ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവര് കണ്ടോട്ട് പ്രശ്നമൊന്നുമില്ല. എങ്ങനെയായാലും ആൾക്കാർ വണ്ടി ചാരി ചെയ്യുന്നോ അല്ലെ കൈകൊണ്ട് പിടിച്ചോ ഒക്കെ ഇന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാവും. പിന്നെ വണ്ടി നമ്മൾ പോകുമ്പോഴാണെങ്കിലും ഈ ചേസ് ചെയ്ത് വരും ആൾക്കാർ. അപ്പൊ നമുക്ക് പേടിയല്ലേ? അതെ. മുമ്പിലും പുറയിലും നിന്നിട്ട് ഇത് വീഡിയോ എടുത്തോണ്ട് നമ്മൾ വണ്ടി വേണേൽ നിർത്തി കൊടുക്കാന്ന് പറയും. എന്നാലും ചില ആൾക്കാർ കൂടെ ഇങ്ങനെ നമ്മൾ സ്പീഡ് എടുത്ത് അവരും കൂടെ സ്പീഡ് എടുക്കും. അപ്പൊ നമുക്ക് പേടിയാണ്. നമ്മള് മൂലം വേറെ അപകടം വരുന്നത് നമുക്ക് സഹിക്കില്ല. വണ്ടിക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ അതെല്ലാം നമുക്ക് നമ്മുടെ കൺസേൺ ആണ്. അതൊക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് ആയാലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഓടിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ടെൻഷൻ ആയിരിക്കും. കാരണം നിങ്ങൾക്കുള്ള സേഫ്റ്റി, ഈ വണ്ടിയുടെ സേഫ്റ്റി എല്ലാം അവർക്ക് നോക്കണം. അപ്പം വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ പറയും എന്താ നോ പറയാനും പറ്റത്തില്ല. കാരണം അവർക്ക് ആഗ്രഹം കൊണ്ട് വരുമ്പോൾ നമ്മൾ ഓക്കെ പറയാം. എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. അതെ, കഴിഞ്ഞ ദിവസം ഇവിടെ കുട്ടികൾ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ സുരേഷിനോട് ചോദിച്ചിട്ട് അകത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ്. അപ്പം ഇതുകൊണ്ട് ലോങ് ഒക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ലോങ് പോയിട്ടില്ല. കൊച്ചി ആലപ്പുഴ അത്രയൊക്കെ ഉള്ളൂ. ഒരു 100 കിലോമീറ്റേഴ്സ് 2 സൈഡ് അല്ലേ? അത്രേ ഉള്ളൂ ആ ഒരു റേഞ്ച്. അപ്പം അത്രയൊക്കെ ഓടിക്കുമ്പോൾ നല്ല എക്സോസ്റ്റിന്റെ സൗണ്ട്, ഇൻലൈൻ 4ന്റെ സൗണ്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മുഴങ്ങി കേൾക്കാം അല്ലേ? അത് ക്യാബിനിൽ എങ്ങനെയുണ്ട് അകത്ത് സൗണ്ട്? അധികം വരില്ല. ക്യാബിനകത്ത് വരില്ല. പിന്നെ സ്പോർട്സ് മോഡിൽ ഇടുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആ ഒരു
മുഴക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ പോർഷെ Cayman ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഇതിൽ കയറുന്ന ഒരു ടാസ്ക്കാണ്. ഇതിന്റെ ഡ്രൈവിംഗ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം ഇതിന്റെ സൗണ്ട്. എങ്ങനെയുണ്ട് സൗണ്ട് കേട്ടിട്ട്? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഡിസൈനാണ് മെയിൻ. ആ ഒരു ഡിസൈൻ വൈസ് നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മളെ കൊച്ചി പോർഷയുടെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴേ പോർഷകളൊക്കെ നിരത്തി ഇട്ടേക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കാരണം ഈവൻ ഫോറിനേഴ്സിന് പോലും ഇതൊരു സ്റ്റിൽ എക്സൈറ്റ്മെന്റ് ആണെന്ന് നമുക്ക് കണ്ടിട്ടുണ്ട്. കാരണം ചില സമയത്ത് ഫോറിനേഴ്സ് ഇതിപ്പോ ഇതിന്റെ തൊട്ടടുത്തൊക്കെ പാസ് ചെയ്യുമ്പോൾ അവർ പോലും ആ ഒരു ടേണിങ്, അപ്പോൾ അവരുടെയും വാഹനം ആയിരിക്കാം തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, അപ്പം ഈ വാഹനത്തിന് ഞാൻ മറ്റേതുപോലെ മൈലേജും ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, കാരണം അതൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ഇതാണ്. ഇതിന്റെ മെയിൻ്റെനൻസ് പറയാനായിട്ട് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതിപ്പം 14,000 ആയി. അത് ഇത് ഓടുന്നുണ്ട് ഒറ്റ വർഷം കൊണ്ടാണ്. ഒരു വർഷം കൊണ്ട്, അതാണ് ചോദിച്ചത്. മറ്റേതെല്ലാം അത്ര ഓടിക്കുന്നു. കേരളത്തിലും വേറെ ആരും പോർഷെ മേടിച്ചിട്ടുള്ളവർ ഇത്രയും ഓടിച്ചാണ്. അതും ഇങ്ങനത്തെ സ്പോർട്സ് മോഡൽ ഒരു വർഷം കൊണ്ട് ആയി കാണത്തില്ല. കാണാൻ വഴിയില്ല. അതെ അതെ അതെ, ബാക്കി വാഹനങ്ങൾ ബാക്കി SUV അതൊക്കെ ആയി കാണും. നമ്മൾ ഇത്രയും വില കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് വെറുതെ ഷെഡ് ഇട്ടിട്ട് കാര്യമില്ല. മേടിക്കുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, മിക്ക വാഹനങ്ങളും യൂസ്ഡ് വാഹനങ്ങൾ കിടക്കുന്ന കാണാം. 2,000 5,000 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഇത്രയും പണം കൊടുത്ത് മേടിച്ചിട്ട് ഉപയോഗിക്കാതെ ആണെങ്കിൽ അത് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി മാറില്ലേ? തീർച്ചയായിട്ടും. ഇത് 1 ഇയർ കൊണ്ട് 14,000 ഓടിച്ചല്ലേ? അത് നല്ലൊരു ഇതാണ്. അപ്പം ഇതിന്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണ് നമ്മുടെ BMW-നെയും മെർസിഡീസിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ? ഇതിപ്പം 2 സർവീസായി കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ അതിന് ആവറേജ് ഒരു 50,000 to 60,000 ആ ഒരു റേഞ്ചാണ്. അതെ, ആ ഒരു റേഞ്ചൊക്കെ തന്നെ വരും. രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാക്കേജ് എടുത്തു. പാക്കേജ് എടുത്തപ്പോഴത്തേക്ക് എനിക്കൊന്ന് അറൗണ്ട് ഒരു 3 lakhs പാക്കേജിന് വന്നിട്ടുണ്ട്. എമൗണ്ട് ആണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ധാരാളം വാഹനങ്ങൾ കണ്ടു. നമ്മൾ മിക്ക പ്രീമിയം ബ്രാൻഡ്സിന്റെ വാഹനങ്ങൾ നമുക്ക് കാണാനായിട്ടിടയായി. സ്പോർട്സ് കാർ, അതല്ലാത്ത വാഹനങ്ങൾ, ഡ്രൈവിംഗ് കംഫർട്ടായിട്ടുള്ള വാഹനങ്ങൾ, അതുപോലെ യാത്രാസുഖമുള്ള വാഹനങ്ങൾ എല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇത്രയും വാഹനങ്ങളൊക്കെ സ്വന്തമാക്കി. അപ്പം ഇനിയും ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഏത് ടൈപ്പിലോട്ടായിരിക്കും പോകാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഏത് മോഡലായിരിക്കും എടുക്കാൻ ആഗ്രഹം? സ്പോർട്സ് മോഡൽ വണ്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലംബോർഗിനിയാണ് അടുത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എടുക്കാനായിട്ട് ലംബോർഗിനിയിലോട്ടാണ് താല്പര്യം. ഓക്കെ, പിന്നെ സെഡാൻ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഐദർ ബെന്റ്ലി അല്ലെങ്കിൽ റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് ഉണ്ട്, ബെന്റ്ലി ഉണ്ട്. അതെ അതെ അതെ. SUV-ലോട്ട് അധികം SUV ഇപ്പം മോൻ SUV ഉപയോഗിക്കുന്നുണ്ട്. SUV അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് വേറെ, എനിക്ക് കൂടുതൽ താല്പര്യം സെഡാൻ അങ്ങനെ വണ്ടികളാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഒരു വാഹനപ്രേമിയുടെ, അതും പ്രീമിയം വാഹനപ്രേമിയുടെ വാഹന വിശേഷങ്ങൾ. നമ്മൾ പല വാഹനങ്ങൾ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ ഒരു ഏറ്റവും മെയിനായിട്ട് നമ്മൾ BMW ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം അത്രയും 2,50,000 കിലോമീറ്ററോളം ആകാറായ വാഹനമാണത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഒക്കെ എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു. ശരത് ബ്രോ ആണ് എനിക്ക് നമ്മൾ കോൺടാക്ട് ഇതായത് തന്നത്. ശരത് ബ്രോ ആണ്. ശരത് ബ്രോയോട് ഒരു നന്ദി പറയുന്നു. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വാഹനങ്ങളെല്ലാം കാണിച്ചു തന്നു. ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസും പൂർണ്ണമായിട്ടുള്ള പലരും പറയാറുണ്ട് അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട് പ്രീമിയം വാഹനങ്ങൾ. പക്ഷെ അതിന് അങ്ങനെ കൊണ്ടുപോയാൽ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ വേറെ ഉണ്ടല്ലേ? അതെ, ഷോറൂമിൽ തന്നെ പ്രോപ്പർ ചെയ്യണം. ഇത്രയും വിലയുള്ള വണ്ടി മേടിച്ചിട്ട് ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് എനിക്കും അവരോട് പറയാനുള്ളത്. അതെ അതെ അതെ, അതാണ് ഒറിജിനൽ പാർട്സ് തന്നെ ഉപയോഗിക്കുക. അതെ, വണ്ടിയുടെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കത് വളരെ ജെനുവിൻ ആയിട്ടൊരു ഫയലായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന സമയത്താണെങ്കിലും മേടിക്കുന്ന ആൾക്കാർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് വാങ്ങാൻ അവർക്കും താല്പര്യം അതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം അതൊക്കെയാണ് അദ്ദേഹത്തിനും പറയാനുള്ളത് വാഹനത്തെ പറ്റി. പ്രീമിയം വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരോടും പറയാനുള്ളതാണുള്ളത്. കൂടുതലും ഷോറൂമിലൊക്കെ ആയിട്ട് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുക, പുറത്തധികം കൊടുത്ത് ചെയ്യിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൈസ് അപ്പം ആ സമയം കുറഞ്ഞിരിക്കുമെങ്കിലും അതിൻ്റെ ലോങ് ലൈഫ് ഇത് തന്നെ കണ്ടില്ല. ഇപ്പോൾ 2.5 ലക്ഷം കഴിഞ്ഞു. മെർസിഡീസ് 2.5 ലക്ഷം 2.7 ആയി. 2.7 ഉപയോഗിച്ചു. അപ്പോൾ അത്രയൊക്കെ ഓടിച്ചിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കേട്ടത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കുറച്ച് ലെങ്തി ആയിട്ടുണ്ടായിരിക്കും, എങ്കിലും കുറേ വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുപോലുള്ള അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസ് ഇതുപോലെ ഇടുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.